ഹലോ ഗൈസ്, എന്ത് കഥ? എന്താണ് വിശേഷം? സുഖമാണോ? ഇന്ന് രാവിലെ ഒരു പണി കിട്ടി. വേറൊന്നുമല്ല, മത്തി കട്ട് ചെയ്യണം. മത്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ മത്തി ചാളയെന്നൊക്കെ പറയും. ഇത് മത്തിയാണ്, നല്ല അടിപൊളി മത്തി കിട്ടി. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം അല്ലേ. എൻ്റെതായ രീതിയിലുള്ള മത്തി കട്ട് ചെയ്യണം കേട്ടോ, എൻ്റെതായ രീതിയിൽ. സത്യം പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടല്ലോ, ഈ കത്രിക വെച്ച് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു മത്തി കട്ട് ചെയ്യുന്നത്. മത്തി എന്നല്ല, ഒരു മീനും കട്ട് ചെയ്തിട്ടില്ല ഗൈസ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ, എല്ലാം നമ്മൾ പഠിക്കണം അല്ലേ, പഠിക്കണ്ടായോ? ഇതാണ് മത്തി, ഇങ്ങനെയും കട്ട് ചെയ്യാം അല്ലേ. എന്തൊക്കെയാണ് ഗൈസ് നിങ്ങളുടെയൊക്കെ വിശേഷം? നിങ്ങൾക്കൊക്കെ സുഖമാണോ ഗൈസ്? നിങ്ങൾ എനിക്ക് തരുന്ന പ്രോത്സാഹനവും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടൊക്കെയാണ് എൻ്റെ അടുത്ത ഓരോരോ വീഡിയോസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവണം കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ സ്പെഷ്യലൊക്കെ? എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തെ ഇതുപോലെ ഞാൻ അല്ലെങ്കിൽ ഫിലിം കാണും, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സോങ് കേൾക്കും, അങ്ങനെയാണ്. അപ്പം എന്ത് വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പം എൻ്റെ മുത്തുമണിയൊക്കെ എല്ലാവർക്കും കാണാമല്ലോ എന്നെ അല്ലേ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ പറയാൻ. കാരണം കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, ഫേസ്ബുക്കിലായിക്കോട്ടെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ. കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അതായത് എൻ്റെ വീഡിയോസൊക്കെ സൂപ്പറാണ്, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, ബോറടിക്കുന്നില്ല, ഭയങ്കര എന്താണ് ബ്രോ സംസാരിക്കുന്ന അടിപൊളിയാണ്, ബ്രോയുടെ ചിരി കാണാൻ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. എൻ്റെ യൂട്യൂബ് ലൈവിനെ കുറിച്ചും ആൾക്കാരൊന്ന് പറയാറുണ്ട് കേട്ടോ. പറയാൻ കാരണം എന്താ പറയുക, ഒരു പോസിറ്റീവ് തരുന്നുണ്ട്, ഒരു പോസിറ്റീവ് വൈബാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സന്തോഷം നമ്മളല്ലേ കണ്ടെത്താനുള്ള കേസ്. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കുക അല്ലേ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേരുണ്ടാവും എന്ന് പറയുന്നത്, അതങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ. അപ്പം നമ്മൾ എന്താ പറയുക, സന്തോഷം ഉണ്ടെടുത്ത ആൾക്കാരുണ്ടാവുള്ളൂ. നമ്മൾ എത്ര വിഷമമാണെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പിയാണ് എന്ന ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാവും. സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും തിരിഞ്ഞു നോക്കൂല കേട്ടോ. ഇല്ലെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എല്ലാവരെയും പറയുന്നില്ല, ചില ആൾക്കാരൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഹാപ്പി. അതാണ് ഒരു വീഡിയോ എടുത്തോണ്ടിരുന്നോണ്ട് കേട്ടോ പെട്ടെന്ന് ജോലി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മത്തി കട്ട് ചെയ്ത് കഴിഞ്ഞു, അതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. അങ്കവും കാണാൻ താടി വിളിക്കാന്നൊക്കെ ആൾക്കാർ പറയില്ലേ, അതാണിത്. ജോലിയും നടക്കും, ഒരു വീഡിയോയും ആവും. ഇതാണ് ഗൈസ് അതാണ് അസറു എന്റർടൈൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് കഴിഞ്ഞു പോയി ഗൈസ്. പക്ഷെ കയ്യിൽ മീനായതുകൊണ്ട് അത് ഉടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മുന്നിൽ കൊടുത്തിട്ട് വരാം ഗൈസ്. അപ്പം നമുക്കിനി കുറച്ച് പൊരിക്കാൻ കൂടി എടുക്കാം. അപ്പം പൊരിക്കാൻ വേണ്ടി നമ്മൾ മീനിന് വരയിട്ട് കൊടുക്കാം ഗൈസ് അല്ലേ. അപ്പം മത്തി ഫ്രൈയും മത്തി കറിയും ചോറും, അത് പൊളിയല്ലേ. മത്തിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.